ചിലരാ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമുക്ക് ചുറ്റും പലരും പകൽമാന്യന്മാരാണ്. ചുറ്റും എന്ന് പറയണ്ട, നമ്മിൽ തന്നെയും ആ സ്വഭാവമുണ്ടോ? നാം ആലോചിക്കണം ഗൗരവത്തോടെ. നമ്മുടെ അമലുകൾ പോലും പൊളിഞ്ഞു പോകുന്ന വലിയ കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. അവിടുന്ന് പറയുന്ന വാചകം ശരിക്ക് ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ എനിക്കറിയാം. അവര് നാളെ പരലോകത്ത് വരിക കർമ്മങ്ങളില്ലാതെയല്ല, ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, അതേ തിഹാമ പർവ്വതത്തോളം വലുപ്പത്തിലുള്ള സൽക്കർമ്മങ്ങളുമായി കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന എന്റെ ഉമ്മത്തിലെ ചില മെമ്പർമാരെ ഞാൻ മനസ്സിലാക്കുന്നു. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? അവര് നാളെ പരലോകത്ത് വലിയ അമല് കൊണ്ടുവരും. പക്ഷേ അവരുടെ ആ മല പോലെയുള്ള ഹസനാത്തുകളെ, മല പോലെയുള്ള വലിയ വലിയ സൽക്കർമ്മങ്ങളെ പോലും അള്ളയതാ പൊടിച്ച് ധൂളിയാക്കി പാറ്റിക്കളയുന്നു. പരലോകത്ത് അതുകൊണ്ട് അവർക്കൊരു പ്രതിഫലവും കിട്ടൂല. ഇതങ്ങോട്ട് കേട്ടപ്പോ സഹാബത്ത് വല്ലാതെ പേടിച്ചു എന്ന് മാത്രല്ല, സൗബാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫുഹും ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരൂ. വജൽജല്ലിഹിം ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരൂ. എന്തിനാണെന്നോ, അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു, ഞങ്ങളെങ്ങാനും അറിയാതെ അത്തരക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ, അത്തരം ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടാതിരിക്കാൻ. ആരാണ് ആ ദൗർഭാഗ്യവാന്മാര് നബിയെ? ഒരുപാട് അമലും കൊണ്ട് പരലോകത്ത് വന്നിട്ട് ധൂളിയാക്കി അവരുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ആളുകൾ ആരാണ് നബിയെ? ഒന്ന് പറഞ്ഞു തന്നാലുമെന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അതേ, പലപ്പോഴും അമലുകൾ ചെയ്യുന്നവരാണ്, രാത്രിയിൽ നിസ്കരിക്കുന്നവരൊക്കെ തന്നെയാണ് പലപ്പോഴും. വലാകിന്നഹും അഖ്വാം, പക്ഷേ ആ ജനതക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് ചില ദുർഗുണങ്ങളുണ്ട്. അതെന്താണ് ആ ദുർഗുണമെന്നല്ലേ? ഇദാ ഖലൗ ബിമഹാരിമില്ലാ, അവരെങ്ങാനും ഒറ്റക്ക് ഹറാമ് ചെയ്യാൻ വല്ല ചാൻസും കിട്ടിയാൽ ഇൻതഹകൂഹാ, ആ ചാൻസ് അവര് മുതലെടുക്കുന്നു. ഒറ്റക്ക് കിട്ടിയാൽ അവരെന്ത് ഹറാമു ചെയ്യും? സ്വകാര്യ നിമിഷങ്ങളിൽ ഏത് തോന്നിവാസവും അവൻ ചെയ്യും. സ്വകാര്യ നിമിഷങ്ങളിൽ അവൻ ഏത് തെമ്മാടിത്തവും ചെയ്യും. സ്വകാര്യ നിമിഷങ്ങളിൽ അവന്റെ ജീവിതം വളരെ പോക്കാണ്, അവന്റെ എല്ലാം വളരെ പോക്കാണ്. അവന്റെ ധാർമ്മികമായി ജീവിതമില്ല, അശ്ലീലതകളുടെ കൂത്തരങ്ങാണ്. അങ്ങനെ ജീവിതത്തിന്റെ പകൽ വെളിച്ചത്തിലും ആളുകൾക്കിടയിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ആഖിറത്തിലെത്തുമ്പോൾ ഇവന്റെ അമലുകളെല്ലാം ധൂളിയാക്കപ്പെടാൻ കാരണം ഒറ്റക്കിരിക്കുമ്പോ അവന് പടച്ചവനെ പേടിയില്ല. അതിൽ നമ്മൾ പെടാതിരിക്കാൻ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ഒറ്റക്കിരിക്കുമ്പോ പടച്ചവനെ പേടിക്കുക എന്നുള്ളത് വല്ലാത്തൊരു കാര്യമാണ്. ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ചവനെ പേടിക്കണം. കൂട്ടത്തിലിരുന്ന് പേടിക്കാം, ഒറ്റക്കിരുന്ന് പേടിക്കുന്നത് വല്ലാത്തൊരു മഹത്വമാണ്. അതല്ലേ ആർക്കും തണല് കൊടുക്കാത്ത ചൂടുകൊണ്ട് മനുഷ്യൻ വെന്തുരുകുന്ന മഹ്ശറിന്റെ മുറ്റത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 7 വിഭാഗം മഹാന്മാർക്ക് അല്ലാഹു തണൽ കൊടുക്കുമ്പോൾ, വറജുലുൻ സകറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ, ഒരാളതാ ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നു. ഒറ്റക്കിരുന്ന് അല്ലാഹനെ ഓർത്തു, തന്റെ ജീവിതത്തെ ഓർത്തു, ഞാൻ അള്ളാഹ്ക്ക് എന്ത് ശുക്രാ ചെയ്തത് എന്നോർത്തു, അള്ളാഹ് തനിക്ക് ചെയ്തുതന്ന ആയിരക്കണക്കിന് നിഅമത്തുകളെ ഓർത്തു. എന്നിട്ട് അള്ളാഹിനോട് ഞാൻ പകരം അങ്ങോട്ടുള്ള എന്റെ സമീപനത്തെ ഓർത്തു, ഖബറോർത്തു, മരണമോർത്തു, നരകമോർത്തു, ഹിസാബോർത്തു, മീസാനോർത്തു, സിറാത്ത് പാലമോർത്തു, മഹ്ശറിലെ ഏറ്റവും വലിയ ഭീകരമായ രംഗങ്ങളോർത്തു. ഫഫാലത് ഐനാ, അവന്റെ ഇരു കണ്ണുകളും നനഞ്ഞൊഴുകി. അവർക്ക് അള്ളാന്റെ തണലുണ്ട്. ഒറ്റക്കിരുന്ന് കരയണമെങ്കിൽ നല്ല ഈമാൻ വേണം. ഒറ്റക്കിരുന്ന് പടച്ചോനെ പേടിച്ച് കരയണമെങ്കിൽ ഒറ്റക്കിരുന്ന് കരയും. രോഗമോർത്ത് കരയും, ദാരിദ്ര്യമോർത്ത് കരയും, കടക്കണി ഓർത്ത് കരയും, ബുദ്ധിമുട്ടോർത്ത് കരയും, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളോർത്ത് കരയും. പക്ഷേ അല്ലാഹ് നിന്റെ ശിക്ഷ, നിന്റെ നരകം, നിന്റെ ഖബറിലെ വിചാരണ, നിന്റെ മുമ്പിൽ വന്നു നിൽക്കേണ്ട രംഗം, അതൊക്കെ ഓർത്തിട്ട്
കരയാൻ സാധിച്ചാൽ അതൊരു വല്ലാത്ത അനുഗ്രഹം തന്നെ. അതാണ് ഒറ്റക്കാകുമ്പോ പടച്ചോനെ പേടിക്കുക എന്നുള്ളത് വലിയ മഹത്വം. അതാണ് ആ 7 വിഭാഗത്തെ എണ്ണിയ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ കൂടി എണ്ണി. വറജുലുൻ ദഅതുഹു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. അയാളേതാ നല്ല സുന്ദരിയായ തറവാടിത്തമുള്ള സ്ഥാനവും മാനവുമൊക്കെയുള്ള ഒരു പെണ്ണ് ഒരാളേതാ തിന്മയിലേക്ക് ക്ഷണിക്കുന്നു. പെണ്ണിങ്ങോട്ടാ ക്ഷണിക്കുന്നത്? ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. അല്ലാഹ് മാത്രമാണ് അറിയുന്നത്, അല്ലാഹ് മാത്രമാണ് കേൾക്കുന്നത്, കാണുന്നത്. ആ തിന്മക്ക് സാഹചര്യം ഒരുങ്ങിക്കിട്ടി സ്വകാര്യ നിമിഷത്തിലെത്തിയപ്പോഴും ആ മനുഷ്യനതാ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്, നിശ്ചയം ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അല്ലാഹനെ പേടിച്ചിട്ട് സ്വകാര്യ നിമിഷങ്ങളിൽ തെറ്റുകളിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് ശരിയായ മുറാഖബത്തുല്ലാഹ്. അത് നമ്മളിൽ നിലനിന്ന് കിട്ടലാണ് വല്ലാത്തൊരു ഭാഗ്യം. അതുകൊണ്ട് ആ പടച്ചവനോട് തേടേണ്ടത്, റബ്ബേ നിന്നെ പേടിച്ചുകൊണ്ട് സിറിലും അലാനിയത്തിലും നിന്നെ പേടിക്കാൻ, രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ പേടിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ. എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും ഒത്തിണങ്ങി കിട്ടുമ്പോഴും അല്ലാഹ് നീ കാണുന്നല്ലോ, നീ അറിയുന്നല്ലോ, നീ കേൾക്കുന്നല്ലോ, ആ ബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ, ആ മുറാഖബത്തുള്ള പടച്ചവന്റെ നിരീക്ഷണം തന്നിലുണ്ടെന്ന ബോധം എന്നും നിലനിർത്താൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു അത്തരത്തിലുള്ള മുറാഖബത്ത് എന്നും നമ്മുടെ മനസ്സിൽ നിലനിർത്തി തരുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കും.